നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എല്ലാവരും കഴിക്കാറുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീലാണ്. പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു മീലുമാണ്. വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ച് എടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അഡ്വൈസബിൾ അല്ല കേട്ടോ. അത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിച്ചുകൊണ്ട് വേണം എന്ത് തരം ഡയറ്റ് ആണെങ്കിലും എടുക്കേണ്ടത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഹെൽത്തിയർ. ഇപ്പോൾ സാധാരണ എല്ലാവരും സ്മൂത്തീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ പറ്റുള്ളൂ. ഡെയിലി ഇപ്പോൾ സ്മൂത്തി ഒന്നും ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മടുക്കും. പക്ഷേ നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ അപ്പോ പുട്ടോ ചപ്പാത്തിയോ അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തിയർ എന്ന് പറയുന്നത്. അതിന് കറിയായിട്ട് എന്തായാലും ഒരു പ്രോട്ടീൻ റിച്ച് ആഹാരവും വേണം. കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ഒരുപാട് കൂട്ടത്തൊന്നുമില്ല കേട്ടോ. വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഡയബറ്റീസ് മാനേജ് ചെയ്യാനൊക്കെ ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റിലുള്ള ഷുഗർ പെട്ടെന്ന് ബോഡിയിൽ അബ്സോർബ് ആവത്തില്ല, പ്രോട്ടീനും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ പുട്ട്, കടല, ഇഡലി, സാമ്പാർ, ദോശ, അതിന് സാമ്പാറിൽ പരിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി, പരിപ്പ്, നൂലപ്പം ആണെങ്കിൽ അതിന് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷൻ. ഇനി നോൺ വെജ് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി ഒന്നും അഡ്വൈസ് ചെയ്യത്തില്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം. പിന്നെ എഗ്ഗ് നല്ല കോമ്പിനേഷൻ. അത് ഡെയിലി ഓരോന്ന് യൂസ് ചെയ്താലും വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല. യോക്കോട് കൂടെ ഉപയോഗിക്കാം. വൈറ്റ് മാത്രം എടുത്ത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ കൊളസ്ട്രോൾ ഒന്നും എഗ്ഗിൽ വലുതായിട്ടൊന്നും അങ്ങനെ ബോഡിയിൽ കൂടത്തൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെൽത്തിയർ ആയിരിക്കണം. ഇനി ഒട്ടും സമയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ടെങ്കിലും ഓഫീസിൽ പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, പ്രീ വർക്കൗട്ട് ആയിട്ട് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ പച്ചനെയാണെങ്കിലും മതി, നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം കഴിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകാം. നേന്ത്രപ്പഴം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എനർജി നൽകുന്ന നല്ലൊരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു സോഴ്സ് കൂടാണ്. അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നന്നായിട്ടുണ്ട്. വയറിന് വളരെ നല്ലതാണ് നേന്ത്രപ്പഴം യൂസ് ചെയ്യുന്നത്. നമ്മുടെ വയറിൻ്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം സഹായിക്കുന്നുണ്ട്. പണ്ടൊക്കെ എങ്ങനെയാണല്ലോ, പണ്ടുള്ളവരൊക്കെ നേന്ത്രപ്പഴമൊക്കെ അല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഇപ്പോൾ ഇഡലിയോ ദോശയോ പുട്ടോ ഒക്കെ ആണെങ്കിലും അതിന് കറിയും ഉണ്ടാവും, നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഉണ്ടാവും. പണ്ടുള്ളവരുടെ ആ ഹാബിറ്റ് നമ്മൾ പിന്തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വലുതായിട്ട് വരില്ല. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ ഒട്ടും സമയമില്ലാത്തവർക്ക് മാത്രമാണ് നമ്മൾ സ്മൂത്തീസും അല്ലാതെ ഓട്സ് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പറയുന്നത്. ഓട്സ് ആണെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നട്ട്സ്, അതുപോലെ കുറച്ച് സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, സീഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിയാ സീഡൊക്കെ ആണെങ്കിൽ കുതിർത്തി അത് വീർത്ത് കഴിയുമ്പോൾ വേണം ഓട്സിൽ മിക്സ് ചെയ്യാൻ കേട്ടോ. ഡയറക്റ്റ് ഓട്സിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത്. കുറച്ച് ലോ ഫാറ്റ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് തലേദിവസം വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന്, ഒട്ടും സമയമില്ലാത്തവർക്ക് രാവിലെ അത് കഴിച്ചിട്ട് പോകാവുന്നതാണ്. ഇനി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ രാവിലെ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാം. സ്മൂത്തിയും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിയാ സീഡ് നിങ്ങൾ സ്മൂത്തിയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിയാ സീഡ് എക്സ്ട്രാ കുതിർത്തിട്ട് ആ വെള്ളത്തിൽ കുതിർത്ത ചിയാ സീഡ് ഉണ്ടല്ലോ അത് സ്മൂത്തിയിലോട്ട് ആഡ് ചെയ്യുക. സാധാരണ പല വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിയാ സീഡ് ഇട്ടടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫൈബറും കാര്യങ്ങളും ഒക്കെ പോകില്ലേ. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സ്മൂത്തി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് കുതിർത്ത ചിയാ സീഡ് ആഡ് ചെയ്യാം. ഇനി ചിയാ സീഡ് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നവർക്ക് കസേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കസേഴ്സ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതും ആഡ് ചെയ്യാം. രണ്ടിനും ഏകദേശം ഒരു സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. പിന്നെ ചിയാ സീഡിൽ കുറച്ചുകൂടെ പോഷകങ്ങൾ കൂടുതലുണ്ടെന്ന് മാത്രം. നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് വാങ്ങാനായിട്ട് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ കസേഴ്സ് അധികം വിലയില്ലല്ലോ, അത് യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായയോ വെള്ളമോ ഒക്കെ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട്, ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് ഇട്ട് കുടിക്കാനാണ് പറയാറ്. പിന്നെ ഒരുപാട് സ്പൈസി ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്വൈസബിൾ അല്ലല്ലോ. അപ്പോൾ കുടിക്കാവുന്നതാണ്. ജസ്റ്റ് സിപ്പായിട്ട് കുടിക്കുക, പെട്ടെന്ന് വെള്ളം അങ്ങ് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഒരു 5 മിനിറ്റ് നടക്കുക.
എന്നിട്ട് വേണം ഇരിക്കാനോ കിടക്കാനോ ഒക്കെ. പ്രായമുള്ളവരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരുടെ കാര്യം. അല്ലാതെ ഇപ്പോൾ വർക്കിന് പോകുന്നവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർക്കപ്പോൾ പോകാൻ നേരം ഉണ്ടാവുള്ളൂ, ഇരിക്കാനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രവാസികളൊക്കെ മിക്കവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കഴിച്ചിട്ട്, ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു 2 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് വയറിൽ ഒരുപാട് ഇങ്ങനെ വയറെന്താ പറയുക തള്ളി നിൽക്കുന്ന പോലെ അങ്ങനെ ഭക്ഷണം കഴിക്കരുത്. ഒരു ഗ്യാപ്പ് ഇടുക. ഇത്തിരി നമുക്ക് വിശക്കുന്നുണ്ട് എന്നാൽ വയറ് നിറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുപാട് ഒരുപാട് ബിസി ആയിട്ടുള്ളവർ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് ഓടേണ്ടി വരും. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്ത് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വെയിറ്റ് കുറയാനും അത് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.